നമസ്കാരം. ഇലോൺ മസ്കിന് ഒരു പ്രത്യേക കഴിവുണ്ട്. എക്കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ്, അനിതര സാധാരണമായ ഒരു കഴിവാണ്. അത് പോസിറ്റീവ് ന്യൂസ് ആകാം, നെഗറ്റീവ് ന്യൂസ് ആകാം. ഈ വിദേശത്തേക്കൊക്കെ ഓപ്പൺ AI അല്ലെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതാണ് ഇപ്പോഴത്തെ ഇഷ്ട വിഷയം. അതുപോലെ ബഹിരാകാശം, ചൊവ്വാഗ്രഹത്തിലേക്കും ഇനി സാധിക്കുമെങ്കിൽ അതിനും വെളിയിലേക്കും മനുഷ്യനെ എത്തിച്ച് കോളനികൾ പണിത് അടുത്ത തലമുറകളുടെ ഭാവി അതെല്ലാം ഭദ്രമാക്കാനുള്ള നീക്കത്തിലാണ് മസ്ക്. മാത്രമല്ല, ഭാവിയിലെ ഇന്ധനങ്ങൾ, അല്ലെ, ഹൈഡ്രോ കാർബണിന് ശേഷം വരേണ്ട പുതിയ പുതിയ ഇന്ധനങ്ങളുടെ ഗവേഷണവും അതനുസരിച്ചുള്ള വാഹനങ്ങൾ, ടെസ്ല പോലെയുള്ള വാഹനങ്ങളുടെ വിപണനവും, ഇതെല്ലാം ഒരു പുതിയ തലമുറ ബിസിനസ്സുകാരനാണ് മസ്ക്. ആ മസ്കിനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതിന് പിന്നിൽ തന്നെ മസ്ക് ചെലവാക്കിയ വലിയ തോതിലുള്ള പണമാണ്, ഫണ്ടാണ്, ഫിനാൻഷ്യൽ മസിൽ. അതിന് പ്രത്യുപകാരമായി മസ്കിന് നൽകിയ ചുമതലയാണ് ഡോഡ്ജിന്റെ തലവൻ സ്ഥാനം. ഡോഡ്ജ് എന്ന് പറഞ്ഞാൽ DOGE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ട്രംപിന്റെ ഒരു ഇഷ്ട വിഷയമാണ് ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റ് അനാവശ്യമായി പണം ചെലവഴിക്കുന്നു, ഒരു നയാ പൈസയ്ക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും വിദേശത്തേക്ക് വലിയ തോതിൽ ഫണ്ട് നൽകുന്നു. അമേരിക്കക്ക് തിരിച്ച് $1 തിരിച്ചു കിട്ടുന്നില്ല. അതിൽ ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഫണ്ട് നൽകുന്നുണ്ട് അമേരിക്ക. അത് അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമല്ല. അമേരിക്കയുടെ ഒരു നയം നമുക്കറിയാമല്ലോ, മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി. ഇപ്പോൾ അധികം പറയാത്തൊരു കാര്യമാണ്, മുൻ പ്രസിഡന്റുമാരെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം, ലോകത്തിന്റെ മുഴുവൻ ജനാധിപത്യവൽക്കരണം അമേരിക്കയുടെ ആഗ്രഹമാണ്, ആവേശമാണ്, അഭിലാഷമാണ്, ഒരു തീവ്ര വികാരമാണ്. അമേരിക്കയെ പോലെ തന്നെ ലോകത്ത് മുഴുവൻ ജനാധിപത്യത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതുകൊണ്ട് മിലിറ്ററി ജുണ്ടകളെ മറിച്ചിട്ട് ജനാധിപത്യ ക്രമം ഉണ്ടാക്കണം. ജനാധിപത്യം പുഴുക്കുത്തുകൾ നിറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലെൻസ് ചെയ്ത് വൃത്തിയുള്ളതാക്കണം. അതിൻ്റെയൊക്കെ ഭാഗമായി ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം വോട്ടെടുപ്പിൽ. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അവിടെയെല്ലാമുള്ള തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അമേരിക്ക ഒരു ഫണ്ട് നൽകുന്നു. ഇന്ത്യക്ക് നൽകുന്നത് $21 മില്യൺ ആണ്. അത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ജനകീയ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നൽകുന്നതാണ്. $29 മില്യൺ ആണ് ബംഗ്ലാദേശിന് നൽകിയത്. അതുപോലെ $22 മില്യൺ നേപ്പാളിന് നൽകി. അങ്ങനെ ആകെ ഒരു $486 മില്യൺ പല രാജ്യങ്ങൾക്കായി അമേരിക്ക നൽകി പോന്നു. ഇത് അനാവശ്യ ചെലവാണെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, ഞാനങ്ങ് ഊഹിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു പാർക്കിംഗ് ലോട്ടാണ് ഭരണപരിഷ്കാര കമ്മീഷൻ. അതിന്റെ റിപ്പോർട്ടുകളുടെ ഒക്കെ ഭാവി എന്നതൊക്കെ നമുക്ക് ചിന്തനീയമായ കാര്യമാണ്. പക്ഷേ ഇതുപോലെയൊരു ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചുകൊണ്ടുവരാനുള്ള ഒരു ദൃഢനിശ്ചയം അത് ട്രംപിനുണ്ട് എന്ന് നടപ്പാക്കാൻ കൊടുത്ത ഏജൻസിയാണ് ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഡോഡ്ജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഗവൺമെന്റ് കാര്യക്ഷമത കൂട്ടുന്നതിന് വേണ്ടി ചെലവുകൾ കുറയ്ക്കുക. അതിന്റെ ഭാഗമായി USAID എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, USAID. അതനുസരിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, ജനതകളുടെ, രാജ്യങ്ങളുടെ, വ്യവസ്ഥകളുടെ, ജനാധിപത്യ സംവിധാനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒരു തുക, അപ്പൊ USAID വഴി ലഭിക്കുന്ന തുകയായിരുന്നു $21 മില്യൺ. ഇതേക്കുറിച്ച് നമ്മൾ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. അത് വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തി. ഇവിടെയാണ് ട്വിസ്റ്റ്. അങ്ങനെ ചെയ്യാമോ? ലോകത്തെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്ക, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടുന്നുണ്ടോ? ചോദ്യം ഇതാണ്, ഇടപെടുന്നുണ്ടോ? ഈ ഫണ്ട് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? BJP സ്പോക്സ്മാൻ അമിത് മാളവിയ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഭരണപക്ഷത്തിന് ഗുണമുണ്ടാകുന്ന കാര്യമല്ല. വോട്ടർ ടേൺ ഔട്ട് കൂടുന്നത്
ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഗുണമാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രയോജനം പ്രതിപക്ഷത്തിന് ലഭിക്കുന്നു. അദ്ദേഹം അത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം, അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാലിടറി, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം, അങ്ങനെ പലയിടത്തെയും തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 240 സീറ്റിലേക്ക് 303 നിന്നും 240 സീറ്റിലേക്ക് കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് BJPയുടെ മാത്രം സംഖ്യ ചുരുങ്ങി. NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് ഇങ്ങനെയുള്ള US എയ്ഡ് അല്ലെങ്കിൽ ഈ പറയുന്ന $21 മില്യൺ ചെലവാക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ ജോർജ് സോറോസിന്റെ പേര് ഇപ്പോൾ ഭരണപക്ഷം വലിച്ചഴക്കുന്നത്. എന്താണ് ജോർജ് സോറോസിന്റെ പ്രത്യേകത? സോറോസിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. ഈ സോറോസിന്റെ ഫൗണ്ടേഷന് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. സോറോസ് ഇന്റർനാഷണൽ ഫണ്ടറാണ്. രാജ്യങ്ങൾക്ക്, ലോക രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന ആളാണ്. പ്രത്യേക ചില കാര്യങ്ങൾക്കാണ് ഫണ്ട് കൊടുക്കുന്നത്. മാത്രമല്ല, ഓഹരി വിപണിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇടിക്കുകയോ കയറ്റുകയോ, ബെയർ റൺ ഓർ ബുൾ റൺ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ വ്യവസ്ഥകളെ തന്നെ അട്ടിമറിക്കുകയും അവരോട് വിലപേശി തങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനുള്ള സോറോസിന്റെ ഫണ്ടുകൾ പാർക്ക് ചെയ്യാനുള്ള സുഗമമായ ഒരിടം അവിടെ നേടിക്കൊടുക്കുക എന്നത് സോറോസിന്റെ പദ്ധതിയാണ്. അതിന് അദ്ദേഹത്തിന് യാതൊരു പശ്ചാത്താപവുമില്ല. അത് ബംഗ്ലാദേശ് എന്നല്ല, ഇന്ത്യ എന്നല്ല, ഏത് രാജ്യവും വഴങ്ങുന്ന രാജ്യങ്ങളെ വഴക്കിയെടുക്കും. അങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം വന്നത് എന്നാണ് BJPയുടെ ആരോപണം. അത് പൂർണ്ണമായി നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. പക്ഷേ സോറോസിന്റെ ഫണ്ടുകൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് കാരണമാവുകയും അമേരിക്കയുടെ ഒരു വിശ്വസ്തനെ, മുഹമ്മദ് യൂനിസിനെ അവിടെ ഭരണാധികാരി അവരോധിക്കുകയും ചെയ്യുക വഴി സോറോസിന്റെ ഇൻവെസ്റ്റ്മെന്റ് മോഹങ്ങളാണ് ബംഗ്ലാദേശിൽ പൂവണിയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ സോറോസ് കണ്ടുവച്ചത് കോൺഗ്രസ് പാർട്ടിയെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയാണ് എന്ന രീതിയിൽ അതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല. എങ്കിലും സോറോസ് ഫൗണ്ടേഷനിലെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം, ഏതോ ഒരു ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സോണിയാഗാന്ധിക്കുണ്ട് എന്ന ചരിത്രപരമായ കാരണം പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ BJPയും ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ സോറോസിന്റെ ഫണ്ട്, എന്റെ ചോദ്യം ഇതാണ്, സ്വല്പം വ്യത്യസ്തമാണ് ആ ചോദ്യം. സോറോസിന്റെ ഫണ്ടുകൾ ഇന്ത്യയിൽ വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ US എയ്ഡ് ഇന്ത്യയിൽ വരുന്നുവെങ്കിൽ, സോറോസ് മാറി നിൽക്കട്ടെ, സോറോസിന് US എയ്ഡുമായി ബന്ധമുണ്ട്, അതുകൊണ്ടാണ് സോറോസിന്റെ അകത്ത് വരുന്നത്. US എയ്ഡ് അനുസരിച്ച് തുക ഇന്ത്യയിൽ $21 മില്യൺ ഇന്ത്യയിൽ വരുന്നുവെങ്കിൽ അത് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ കാലത്തല്ലേ? അത് നിയന്ത്രിക്കാനോ, അത് വേണ്ട എന്ന് പറയാനോ, അത് സ്ട്രീം ലൈൻ ചെയ്യാനോ, അതിന്റെ ദുരുപയോഗം തടയാനോ ഗവൺമെന്റ് ഏജൻസികൾ കഴിയുമായിരുന്നല്ലോ. അത് കഴിയാതെ അത് വാങ്ങിയതിനു ശേഷം അത് മോശമായി പോയി എന്നും തെറ്റാണ് എന്നും അത് പ്രതിപക്ഷത്തിനാണ് പ്രയോജനം വരുമെന്നും മസ്കിനെ ഇപ്പോൾ തെറി വിളിക്കുകയും ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? മസ്ക് പറയുന്നു അതിനിമേൽ നടപ്പില്ല, അമേരിക്കയ്ക്ക് സ്വന്തം കാര്യം സിന്ദാബാദ്. അതുകൊണ്ട് അമേരിക്കയുടെ മാറിയ നയം, ആക്റ്റീവ് ഇന്റർവെൻഷനിസത്തിൽ നിന്നും ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കുന്ന നയത്തിൽ നിന്നും അമേരിക്ക സ്വന്തം കാര്യത്തിലേക്ക്, ഐസൊലേഷനിസ്റ്റ് നയമാണ്, പണ്ടത്തെ ഒരു നയമാണ്, അത് വീണ്ടും കൊണ്ടുവരികയാണ്, സ്വന്തം കാര്യത്തിലേക്ക് നീങ്ങുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിന്റെ ഭാഗമായി ഓരോ ചില്ലിക്കാശും, ചില്ലി ഡോളറും, അല്ലെങ്കിൽ ഓരോ സെന്റ് നാണയമൊക്കെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അത് അടിക്കാൻ വലിയ ചെലവാണെന്നാണ് പറയുന്നത് കേട്ടോ. 1 സെന്റ് നാണയമൊക്കെ അടിക്കാൻ വലിയ ചെലവാണ്, അതുകൊണ്ടൊക്കെ വേണ്ടാന്ന് വെച്ചു. ട്രംപിന്റെ ഒരുപാട് പരിഷ്കാരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്ക മാറി ചിന്തിക്കുന്നു. നമുക്ക് $21 മില്യൺ, അത് ഏതാണ്ട് വലിയ വലിയ തുകയൊന്നും വരുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കണക്കിൽ പറയുമ്പോൾ ഈ 1800 കോടി രൂപ, അത് വലിയ തുകയല്ല. പക്ഷേ ആ തുക വാങ്ങിയതിന്റെ കയ്പ് മാറിയിട്ടില്ല. അതിപ്പോൾ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ വിമർശിക്കാനുള്ള അവസരം കൈവരികയാണ്. അതുകൊണ്ട് മസ്കിന്റെ കളി തുടരും. മസ്ക് വ്യക്തിപരമായി മോദിയോട് വിരോധമുള്ളത് കൊണ്ടല്ല, അവർ തമ്മിൽ വ്യക്തിപരമായി സൗഹാർദ്ദമാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ഒരുമിച്ചിരുന്നു, ഫാമിലിയായി കണ്ടു, സംസാരിച്ചു. ഇക്കാര്യം കൂടെ സൂചിപ്പിച്ചിരുന്നോ എന്ന് വ്യക്തമല്ല. എങ്കിലും അത് പിൻവലിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന നിലപാട് കടുപ്പിക്കലിന്റെ ഒരു ഭാഗമായി കൂടി വേണം ഈ $21 മില്യൺ പിൻവലിക്കലിനെ കാണാൻ.